ബാലുവൈദ്യര് ഇത്ര രാവിലെ തന്നെ എന്തിനാ ചെല്ലാൻ പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ചിലപ്പോ കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണം തരാൻ വേണ്ടിയായിരിക്കും നമ്മളെ വിളിപ്പിച്ചത്. കഴിപ്പിക്കുന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല, പക്ഷെ മിക്കവാറും നിന്നെ മരുന്നായിരിക്കും കഴിപ്പിക്കുക. സംശയമുണ്ടോ? ഞാൻ പോയി പക്കാവട വാങ്ങിച്ചോണ്ട് വരാം. എന്തിനാ പക്കാവട? ബാലുവൈദ്യര് ദാ അവിടെ പുതിന ചട്നി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നമ്മളാണെങ്കിൽ പക്കാവട കൊണ്ടുവന്നില്ലല്ലോ. ഇത് ബാലുവൈദ്യരുടെ വൈദ്യശാലയല്ലേ, പിന്നെന്തിനാ ബാലുവൈദ്യര് പുതിന കൊണ്ട് ചട്നി ഉണ്ടാക്കുന്നേ? മിക്കവാറും ഈ ബാലുവൈദ്യരെ ഡോക്ടർ ബാലുവിന്റെ അടുത്തേക്ക് കൊണ്ടുപോണ്ടി വരുമെന്നാ തോന്നുന്നത്. എവിടെ വരൂ, നിന്റെ തലയിലെന്താ കളിമണ്ണ് കൊണ്ടുള്ള കൊട്ടാരമാണോ? സൂക്ഷിച്ചു നോക്ക്. ഇത് ചട്നിയല്ല, പച്ചമരുന്ന് തന്നെയാണ്. പട്ടി ഇന്നലെ വീട്ടിലെ പൂച്ചയെ കണ്ടു തന്നെയാണ് കുരച്ചത്. ഞാൻ നിങ്ങളെ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് വിളിപ്പിച്ചത്. ഇവിടെ വരൂ, ഇതിനെയാണ് ഡോക്ടർ സെറ്റ് എന്ന് പറയുന്നത്. വൈദ്യരാദ്യം ഉറപ്പിച്ചു പറ, ഇതിനെ ഡോക്ടർ എന്ന് വിളിക്കണോ അല്ലെങ്കിൽ സേട്ടെന്ന് വിളിക്കണോ? ആളുകൾ വല്ലപ്പോഴുമാണ് മണ്ടത്തരം പറയുന്നത്. ഇവനാണെങ്കിൽ ഇതൊരു ജോലിയാക്കി മാറ്റിയിരിക്കുകയാണ്. നിന്റെ നാക്ക് അടക്കി വെക്കാൻ നോക്ക്, ഇല്ലെങ്കിൽ കാന്താരി അരച്ച് നാക്ക് തേക്കും ഞാൻ. പിന്നെ നാക്കാകെ വീക്കാകും. ഇത് സെറ്റല്ല, ഡോക്ടർ സെറ്റാണ്. ഇതുകൊണ്ടാണ് ഞാൻ എന്റെ സഹോദരനും കുട്ടിക്കാലത്ത് കളിച്ചിരുന്നത്. ഞങ്ങൾ പണ്ട് ഇഞ്ചക്ഷൻ വെച്ച് കളിക്കുമായിരുന്നു. നാളെ ഞങ്ങളുടെ ബർത്ത്ഡേ ആണ്. ഞാൻ അവനൊരു സർപ്രൈസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ഈ സെറ്റ് നന്നായി പൊതിഞ്ഞ്, കൂടാതെ ഇത് നന്നായി അലങ്കരിച്ച് ഞങ്ങളുടെ ബർത്ത്ഡേയുടെ അന്ന് അങ്ങോട്ട് കൊണ്ടുവരണം. മനസ്സിലായോ? ലുലു മാളിലെ തിരക്ക് ഒരു കാരണവശാലും കുറയില്ല. ബർത്ത്ഡേ ഗിഫ്റ്റിനെ കുറിച്ച് ഡോക്ടർ ബാലു അറിഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര നന്നാവുമെന്ന് തോന്നുന്നില്ല. നിങ്ങളുടെ ഈ ഗിഫ്റ്റ് ഞങ്ങൾക്ക് വളരെ വിശേഷപ്പെട്ടതാണ്. കാരണം ഇതിൽ സഹോദരങ്ങളുടെ സ്നേഹമുണ്ട്. മതി കൊച്ചലിയ, അല്ലെങ്കിൽ ഞാൻ പോത്ത് പോലെ നിന്ന് കരയും. നമുക്കിത് മാർക്കറ്റിൽ കൊണ്ട് റാപ്പ് ചെയ്യാം. വരൂ കൂട്ടുകാരെ. ഇവിടെ വരൂ, തന്റെ വായ തുറക്കൂ. എന്റെ പേരാണ് കോഴിയപ്പൻ. ഞാൻ കൂടുതലായി കളിക്കും, കുറച്ച് സംസാരിക്കും. കൂടുതൽ സംസാരിച്ചാൽ കുറച്ച് ഥം ഥം ഥം. ഇവിടെ വരൂ. പുറത്താണെങ്കിൽ മഴ നന്നായിട്ട് പെയ്യുന്നു. മുഖം കണ്ടിട്ട് താൻ വളരെ എക്സൈറ്റഡ് ആണെന്ന് തോന്നുന്നു. ഇവന്റെ തലച്ചോറ് മുഴുവൻ ഇളകിയിരിക്കുകയാണെന്ന് തോന്നുന്നു. കോഴിയപ്പൻ ഒരു തമാശക്കാരനാണെന്ന് തോന്നുന്നു. ഇവന്റെ തലച്ചോറുന്ന കല്ലിൽ ബുദ്ധി കൊണ്ടുള്ള മാവ് ആട്ടേണ്ടി വരും. ഇവനെ എത്രയും പെട്ടെന്ന് മിക്കവാറും ചികിത്സിക്കേണ്ടി വരും. സ്വർണത്തിന്റെ വിലയിൽ ഇപ്പോൾ എന്ത് മാറ്റമാണ്? ഞാൻ നിനക്ക് വേണ്ടിയുള്ള മരുന്നെടുക്കാൻ പോവുകയാണ്. നിന്റെ വായ കുറച്ചു നേരത്തേക്ക് കൺട്രോൾ എന്ന തുണി കൊണ്ട് മൂടി വെക്കേണ്ടതാണ്. ഞാൻ തിരിച്ചു വരുന്നതുവരെ മിണ്ടാതെ ഇവിടെ തന്നെ ഇരുന്നോളണം. ഇല്ലെങ്കിൽ നിന്റെ കൈയും കാലും കൂട്ടിക്കെട്ടി ഞാൻ റെയിൽവേ ട്രാക്കിൽ കൊണ്ടിടും. എന്തുവാടെ ഇത്? നീ എപ്പോ നോക്കിയാലും തോട്ടോണ്ടിരിക്കുകയാണല്ലോ. ഐഡിയ. ക്ലിനിക്കിൽ നിന്നൊക്കെ തൽക്കാലം ഒരു കളി കളിക്കാം. മൈൻഡ് ഇറ്റ്. തലയിൽ നിന്നും മുടി കൊഴിഞ്ഞു. കോഴിയപ്പൻ ഇവിടെ നിന്നും ഓടിക്കളഞ്ഞു. ഇവിടെ വരൂ. നിൽക്കാനാ പറഞ്ഞത്. കോഴിയപ്പ തിരിച്ചു വാ. കുട്ടിക്കാലത്ത് എനിക്ക് കളിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇപ്പൊ കളിച്ച് ഞാൻ വിഷമം മുഴുവൻ തീർക്കാൻ പോകുക. എന്നാ പിന്നെ റിങ്സ് എറിഞ്ഞിരുന്ന ഗെയിം തന്നെ കളിച്ചു കളയാം. ഡോക്ടർ സെറ്റ്. ഇനി ഡോക്ടർ കളിക്കാൻ. എനിക്കാണെങ്കിൽ ഡോക്ടർമാരുടെ ഡയലോഗ് പറയാം. നീല ഗുളിക ഉറങ്ങിയതിനു ശേഷം, പിന്നെ മഞ്ഞ ഗുളിക എഴുന്നേറ്റതിന് ശേഷം 2 ഗുളിക കൊണ്ട് വർഷങ്ങളോളം തള്ളി നീക്കാം. അടിപൊളി. സോദരേ, നീ ഈ ക്യാപ്പ് എവിടെന്നാ വാങ്ങിയത്? നീ വാങ്ങിച്ച സ്ഥലത്തും തന്നെയാണ്. അയ്യോ, ദേ ആ കോഴി നമ്മുടെ ഡോക്ടർ സെറ്റുമായിട്ട് ഓടുന്നു. ആ ഡോക്ടർ സെറ്റ് മര്യാദക്ക് ഞങ്ങൾക്ക് തിരിച്ചു താ കോഴി. തിരിച്ചു തരാം, പക്ഷെ ഒരു ദിവസത്തിന് ശേഷം. ഇത് കളിച്ച് ഞാൻ തളർന്നു കഴിയുമ്പോൾ എടുത്താ മതി. മൈൻഡ് ഇറ്റ്. അയ്യോ, ആ കോഴി എങ്ങോട്ടാ പോയത്?
ഡോക്ടർ ബാലു ആ കോഴിയുടെ കയ്യിലെ ഡോക്ടർ സെറ്റ് കണ്ടു കഴിഞ്ഞാൽ ബാലു വൈദ്യരുടെ സർപ്രൈസ് കുളവാകും. ഓ ഇവിടെ ഒരു നിന്റെ ഈ തലയുടെ തലപ്പത്തിരിക്കുന്ന ഈ പൂവില്ലേ, അതിനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. എന്റെ മരുന്നുകൾക്ക് പാർശ്വഫലങ്ങളില്ല. നീ ആരാണെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. ഇദ്ദേഹത്തെ ടിവിയിൽ കാണാറുണ്ട്. വലിയൊരു ഡോക്ടറാണ് ഇദ്ദേഹം. MBBS എന്ന് കേട്ടിട്ടുണ്ട്. MBBS എന്ന് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അതല്ലേ പറഞ്ഞത്, വളരെ വലിയൊരു ഡോക്ടറാണെന്ന്. അതുകൊണ്ടാണ് കുറച്ച് ബി കൂടുതലുള്ളത്. സംശയമുണ്ടോ? ഇതൊന്നും ഒന്നുമല്ല. ഒരാളുടെ വെയിറ്റ് 2 സെക്കൻഡ് കൊണ്ട് 30 കിലോയെ കുറച്ചു കൊടുത്തത് ഈ ഡോക്ടർ. അതെങ്ങനെയാ? ഒരാള് 30 കിലോയുടെ ഡംബിൾ എടുത്ത് പൊക്കി. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു തനത് പൊക്കി കഴിഞ്ഞാൽ താഴ്ന്നു പോകുന്നു. പിന്നീട് അയാളത് താഴെ വെച്ചു. അപ്പൊ 30 കിലോ കുറഞ്ഞു കിട്ടി. ശരി, ഞാനപ്പോ പോവുകയാണ്. പക്ഷേ നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് കോഴിയപ്പൻ എന്നൊരു കാട്ടുകോഴിയെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ എനിക്ക് കോൾ ചെയ്യണം. ഡോക്ടർ ബാലു അന്വേഷിക്കുന്ന കോഴി ഈ കോഴിയാണെന്ന് എനിക്ക് തോന്നുന്നേ. പക്ഷെ ഡോക്ടറെ, ഞങ്ങൾ ഫോൺ എടുത്തിട്ടില്ല. ഇതാ എന്റെ ഫോൺ, പിടിച്ചോളൂ. ഇനി എന്നെ വിളിക്കാൻ ഒരിക്കലും മറക്കരുത്. അയ്യോ, ഡോക്ടറിന്റെ ഫോൺ ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ഡോക്ടറിനെ കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഏത് ഫോണിലേക്ക് വിളിക്കും? ഓ, അത് ശരിയാണ്. ആ കോഴിയപ്പന്റെ കൂടെ 2 മിനിറ്റ് ചിലവഴിച്ചപ്പോൾ ഞാനും അവനെ പോലെ തന്നെ മണ്ടത്തരങ്ങൾ പറയാൻ തുടങ്ങിയിരിക്കുകയാണ്. നിങ്ങളോട് കൂടുതൽ സംസാരിക്കാൻ എനിക്കിപ്പോൾ കൂടുതൽ സമയമില്ല. ആ കോഴിയപ്പനെ കണ്ടാൽ ഇടിച്ച് ഇടിയപ്പം പോലെ ആക്കണം. ദാ നിൽക്കുന്നു കോഴിയപ്പൻ. നിക്കടാ കോഴിയപ്പ, ഞാൻ ദാ ഇപ്പൊ 3 ലക്ഷം വരെ എണ്ണുള്ളൂ. എടാ 3 ലക്ഷമല്ല, 3 വരെ എണ്ണൂന്നേ പറയാറുള്ളൂ. 3 ലക്ഷം വരെ എണ്ണ അറിയെങ്കില് അങ്ങനെ എണ്ണിക്കഴിഞ്ഞാ എന്തിപ്പോ കുഴപ്പം? ആ ടാലന്റ് വെറുതെ കളയുന്ന എന്തിനാ? ഇവൻ തക്കാളി കൊണ്ടും കളിക്കാൻ പഠിച്ചോ? ഇവനെ ക്ലിനിക്കിലല്ല വല്ല സ്റ്റേഡിയത്തിലും കൊണ്ട് അടച്ചിടുന്നതായിരിക്കും നല്ലത്. ഇവിടെ വരൂ. കൊതുകുകൾ ഒട്ടും കുറയുന്നില്ല. ആ തല ധരിച്ച കോഴിയപ്പനെ കിട്ടുന്നില്ല. നിങ്ങൾ അവനെ എവിടെയെങ്കിലും കണ്ടായിരുന്നോ? ആ, കണ്ടായിരുന്നു. ഗിഫ്റ്റ് ആ കോഴിയപ്പന്റെ കയ്യിലാ. കണ്ടില്ല. ഞങ്ങൾ കോഴിയപ്പനെ കണ്ടിട്ടേ ഇല്ല. മാർക്കറ്റിലും കണ്ടില്ല, ഓടുന്നതും കണ്ടില്ല, ഈ അടുത്ത് എങ്ങും കണ്ടിട്ടില്ല. ഡോക്ടറിന്റെ കൺമുമ്പിൽ അവൻ വന്ന് നിൽക്കുന്നത് ഒട്ടും കണ്ടിട്ടില്ല. സത്യത്തിൽ ഞങ്ങൾ അവനെ എങ്ങും കണ്ടില്ല. ഇവിടെ ഒരു തന്റെ ആ മുഖം ഒന്ന് കാണിക്കൂ. അല്ല, ഇത് കോഴിയപ്പനല്ലേ? അവനെ പിടിച്ചിരിക്കുന്നു. സമയമായിരിക്കുന്നു. പിടിമണി കഴിഞ്ഞ് 15 മിനിറ്റ്. അതായത് കളരും പോലീസും കളിക്കുന്ന അതേ സമയം. അത് കലക്കി. അയ്യേ കൂട്ടുകാരെ, ഡോക്ടർ ബാലു കോഴിയപ്പന്റെ കൈയോടെ പിടിച്ച് ആ ഡോക്ടർ സെറ്റ് അദ്ദേഹം കാണുന്നതിന് മുമ്പ് നമുക്ക് ആ കോഴിയപ്പന്റെ കയ്യിൽ നിന്ന് ആ ഡോക്ടർ സെറ്റ് മാറ്റണം. എന്നാ വേഗം വാ. എന്റെ ദൈവമേ, ഇവനെല്ലാം കളിയായിട്ടാണല്ലോ ഈ കാണുന്നേ. ഐഡിയ, കളിയിലൂടെ തന്നെ ഇന്ന് നമുക്ക് അവന്റെ ഡോക്ടർ സെറ്റ് അടിച്ചു മാറ്റാം. കേൾക്ക്. പിലിലി 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 പിലിലി. നീ വണ്ടിക്കത്തിരുന്നോണ്ട് എന്തിനാണ് ഹോണ്ട ശബ്ദം ഉണ്ടാക്കുന്നത്? ആദ്യം എമർജൻസി ആണെന്ന് പറഞ്ഞ് ഫോണായിരിക്കും വരുന്നത്. അതിനുശേഷമല്ലേ ആംബുലൻസ് വരാറുള്ളൂ. ഡോക്ടർ കോഴിയപ്പ, എമർജൻസി ആണ്. വേഗം വരൂ. ഒരു സിംഹത്തിന്റെ മുടി വളരുന്നുണ്ട്. ആ സിംഹം ആടാന്ന് എല്ലാരും കരുതുന്നത്. വേഗം തന്നെ ആ സിംഹത്തെ ചികിത്സിക്കണം. ഒരു ഡോക്ടർ ആയതുകൊണ്ട് ആ സിംഹത്തെ ഞാൻ ഉറപ്പായിട്ടും ചികിത്സിച്ചിരിക്കും. ഈ ആംബുലൻസിൽ കയറി ഞാൻ വരാം. ഒരു മിനിറ്റ്, എനിക്കിപ്പോ വരാനൊരു മൂടില്ല. വേറെന്തെങ്കിലും ഗെയിം കളിക്കാൻ തോന്നുന്നു.
വരൂ കൂട്ടുകാരെ, ഇവനെ വേഗം ബാലു ഡോക്ടറിന്റെ അടുത്ത് എത്തിച്ചിട്ട് ഈ ഗിഫ്റ്റ് കൊണ്ട് നമുക്ക് റാപ്പ് ചെയ്യാം. ബാലു വൈദ്യർ അവിടെ കാത്തിരിക്കായിരിക്കും. മാത്രമല്ല നമുക്ക് അവിടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യട്ടെ. കൊള്ളാലോ, മാവിൽ ഒരു മാങ്ങ വീഴറായി നിൽപ്പുണ്ട്. ഈ ഡോക്ടർ സെറ്റിൽ എന്റെ ഒരുപാട് ഓർമ്മകൾ തങ്ങി നിൽക്കുന്നുമുണ്ട്. ഞാൻ ഹോളിക്ക് പോയി സിറിഞ്ചിൽ വെള്ളം നിറച്ച് ഇഞ്ചക്ഷൻ വെച്ച് കളിക്കുമായിരുന്നു. താങ്ക് യു അനിയ, നീ എന്റെ കനിയ, നല്ലൊരു കണിയ. അമ്പടക്കള്ള സണ്ണിക്കുട്ട, ഇവിടെ വരൂ, കെട്ടിപ്പിടിക്കൂ, എന്നിട്ട് മാറി നിൽക്കൂ. കുട്ടികളെ ഇവിടെ വരൂ, നിങ്ങൾ കൃത്യസമയത്ത് ഗിഫ്റ്റ് റാപ്പ് ചെയ്തു, അതിന് പ്രത്യേക നന്ദിയുണ്ട്. അതിരിക്കട്ടെ, ഇനി അടുത്ത പ്ലാൻ എന്താ? ഇംഗ്ലീഷിൽ പറയുന്ന ഒരു വാക്കാണ് യാ യാ. അടിച്ചു പൊളിക്കാം, ഡാൻസ് കളിക്കാൻ ബാലു വൈദ്യരുടെ പാർട്ടിയാ. मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी। करो सब्सक्राइब, कमेंट एंड लाइक।